ഇന്നത്തെ ക്ലാസ് Ztestനെ കുറിച്ചും TTestനെ കുറിച്ചുമാണ്. Ztest, TTest. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ സിറ്റുവേഷൻ ആയിട്ടുള്ള ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ മീൻ എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ട് പോപ്പുലേഷൻ മീനുകളെ കുറിച്ച് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസിൽ രണ്ട് സാമ്പിളുകൾ തന്നിട്ടുണ്ടാവും. ഇത്തരം ക്വസ്റ്റ്യനുകൾ പെട്ടെന്ന് നമുക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇത്തരം ക്വസ്റ്റ്യൻസിനെ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് സാമ്പിൾസ് ഇതിൽ തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ രണ്ട് സാമ്പിൾസ് തന്നിട്ടുണ്ടാവും. ഈ രണ്ട് സാമ്പിൾസും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട് വ്യത്യസ്ത സാമ്പിളുകളായിരിക്കും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് ഒരേ കോളേജിലെ തന്നെ രണ്ട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ രണ്ട് സാമ്പിൾസുകളായിട്ടായിരുന്നായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇത്തരം ക്വസ്റ്റ്യനുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് രണ്ട് സാമ്പിൾസ് എവിടെ തന്നിട്ടുണ്ടോ ആ സാമ്പിൾസ് വ്യത്യസ്തമാണോ എന്ന് മനസ്സിലാക്കാം. അറിയാം, Ztesറ്റും TTesറ്റും ആധികാരികമായിട്ട് ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. ഈ ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ Ztesറ്റും TTesറ്റും ചെയ്യുമ്പോഴും കുറേ സീരീസ് ഓഫ് സ്റ്റെപ്സുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് Ztesറ്റും TTesറ്റും ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് രണ്ട് പോപ്പുലേഷൻ മീൻ അഥവാ രണ്ട് സാമ്പിളുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ രണ്ട് സാമ്പിളുകളുടെയും പോപ്പുലേഷൻ മീനിൻ്റെ ഡിഫറൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ സീരീസ് ഓഫ് സ്റ്റെപ്സുകളാണ് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നൾ ഹൈപ്പോസിസ് ഇവിടെ പറയുന്നത് നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യേണ്ടത് there is no significant difference between ടു സാമ്പിൾ മീൻ എന്നാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യേണ്ടത്. അഥവാ μ1ഉം μ2ഉം ഈക്വൽ ആണ് എന്ന് എഴുതി വെക്കുക. μ1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാമ്പിളിന്റെ ആവറേജും രണ്ടാമത്തെ സാമ്പിളിന്റെ ആവറേജും ഈക്വൽ ആണ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് രണ്ട് തരം ടെസ്റ്റുകൾ ഉണ്ട്. ഇതിൽ നിങ്ങൾക്കറിയാം, ഒന്ന് വൺ ടൈൽഡ് ടെസ്റ്റും ഉണ്ട്, രണ്ടാമത്തെ ടു ടൈൽഡ് ടെസ്റ്റും ഉണ്ട്. ഈ ടെസ്റ്റ് വൺ ടൈൽഡ് ആണോ ടു ടൈൽഡ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടി ശരിക്കും ഇതിന്റെ ആക്സെപ്റ്റൻസ് റീജിയൻ പിന്നെ രണ്ട് സൈഡിലേക്കുമാണ് കിടക്കുന്നത് എങ്കിൽ ടു ടൈൽഡ് ടെസ്റ്റും ഒരു സൈഡിലേക്ക് മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വൺ ടൈൽഡ് ടെസ്റ്റുമാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ വൺ ടൈൽഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എപ്പോഴാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യനിൽ മോർ ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, സുപ്പീരിയർ, ഇൻഫീരിയർ എന്നീ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. എന്തൊക്കെയാണ്? മോർ ദാൻ എന്ന വാക്കോ ലെസ് ദാൻ എന്ന വാക്കോ അതുപോലെ അർത്ഥം വരുന്ന എന്തെങ്കിലും വാക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസിനെ വൺ ടൈൽഡ് ടെസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. വൺ ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന്, നൾ ഹൈപ്പോസിസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുന്ന സമയത്തും ടാബിൾ വാല്യൂ എടുക്കുന്ന സമയത്തും വൺ ടൈൽഡ് ടെസ്റ്റിൻ്റെയും ടു ടൈൽഡ് ടെസ്റ്റിനെയും രണ്ട് രീതിയിലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ടു ടൈൽഡ് ടെസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: μ1 നോട്ട് ഈക്വൽ ടു μ2 എന്നാണ് എഴുതേണ്ടത്. μ1 നോട്ട് ഈക്വൽ ടു μ2 എന്നാണ് ടു ടൈൽഡ് ടെസ്റ്റ്. അഥവാ ഒന്നാമത്തെ സാമ്പിളിന്റെ ആവറേജും രണ്ടാമത്തെ സാമ്പിളിന്റെ ആവറേജും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് എഴുതേണ്ടത്. ഇനി അത് വൺ ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിലോ? വൺ ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് μ1 ക്വസ്റ്റ്യനിൽ ഗ്രേറ്റർ ദാൻ എന്നാണ് ചോദിച്ചതെങ്കിൽ ഗ്രേറ്റർ ദാൻ μ2 എന്ന് എഴുതുക. ഇനി ലെസ് ദാൻ ആണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എങ്കിൽ μ1 ലെസ് ദാൻ μ2 എന്ന് എഴുതുക. അതിന്റെ അർത്ഥം ഒന്നാമത്തെ സാമ്പിളിന്റെ ആവറേജ് രണ്ടാമത്തെ സാമ്പിളിന്റെ ആവറേജിനേക്കാളും കൂടുതലാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ സാമ്പിളിന്റെ ആവറേജ് രണ്ടാമത്തെ സാമ്പിളിന്റെ ആവറേജിനേക്കാളും കുറവാണ് എന്ന് എഴുതാം.
ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള 2 ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണുള്ളത്. ഒന്ന് TTesറ്റും മറ്റൊന്ന് Ztesറ്റും ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാനുള്ള T ആണെങ്കിലും Z ആണെങ്കിലും ചെയ്യാനുള്ള ഇക്വേഷൻ ഒന്ന് തന്നെയാണ്. എന്താണ് ഇക്വേഷൻ? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈക്വൽ ടു x⁻1 മൈനസ് x⁻2 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇതാണ് ഇക്വേഷൻ. x⁻1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാമ്പിളിന്റെ മീന്, x⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സാമ്പിളിന്റെ മീന് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഈ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ ഓരോ സന്ദർഭങ്ങളിലും വ്യത്യസ്തമാണ്. ആദ്യത്തെ സന്ദർഭം പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ SD അഥവാ മ്യൂ ഈസ് ഗിവൺ, ക്വസ്റ്റ്യൻ ഈസ് നോൺ എന്ന് എഴുതാം. നോൺ അറിയെങ്കിൽ ഒരു കേസും അറിയാത്തതിൽ വേറൊരു കേസുമാണ്. ഓക്കെ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുന്ന സന്ദർഭമാണെങ്കിൽ അതിലൊന്നുണ്ട്. ഒന്ന് 2 ഡിഫറെന്റ് സാമ്പിൾസിനും സെയിം പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഒന്ന്, അഥവാ 2 samples having same population സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 2 സാമ്പിൾസിനും ഒരേപോലത്തെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒന്നും. ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ 2 സാമ്പിൾസിനും സാമ്പിൾസ് ഹാവിങ് ഡിഫറെന്റ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലും. ഇങ്ങനെ 2 സന്ദർഭങ്ങളാണ് എപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കാണാൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. ആദ്യത്തെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുമെങ്കിൽ 2 സിറ്റുവേഷൻ ആണുള്ളത്. ഒന്ന് 2 സാമ്പിൾസിനും ഒരേ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഒന്നും, 2 സാമ്പിൾസിനും വ്യത്യസ്ത പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്നുണ്ടെങ്കിലും 2 സിറ്റുവേഷൻ ആണ്. ആ 2 സിറ്റുവേഷനിലും ചെയ്യേണ്ടത് 2 തരത്തിലുള്ള ഇക്വേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2. ഇനി 2 വ്യത്യസ്ത തലത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലോ ഇക്വേഷൻ റൂട്ട് ഓഫ് സിഗ്മ 1² ഡിവൈഡ് ബൈ n1 പ്ലസ് സിഗ്മ 2² ഡിവൈഡ് ബൈ n2. ഇതാണ്, അഥവാ സിഗ്മ എന്ന് പറഞ്ഞാൽ 2 ആളുകൾക്കുമുള്ള പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, n1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാമ്പിളിന്റെ സൈസ്, n2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാമ്പിളിന്റെ സൈസ്. ഇനി 2നും ഡിഫറെന്റ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇക്വേഷൻ റൂട്ട് ഓഫ് സിഗ്മ 1². സിഗ്മ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാമ്പിളിന്റെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ ആദ്യത്തെ സാമ്പിൾ സൈസ് പ്ലസ് രണ്ടാമത്തെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സാമ്പിളിന്റെ സൈസ്. ഇതാണ് ആദ്യത്തെ സിറ്റുവേഷൻ. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ആദ്യത്തെ സിറ്റുവേഷൻ എന്ത്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണ്. അൺനോൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് അൺനോൺ. അറിയാത്ത കേസിലാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, അവിടെയും 2 സിറ്റുവേഷൻ ആണല്ലോ. ഒന്ന് സാമ്പിൾ സൈസ് ഈസ് ലാർജ്, സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ ഒരു കേസും. രണ്ടാമത്തത് സാമ്പിൾ സൈസ് ഈസ് സ്മോൾ, സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ വേറൊരു കേസും. ഇനി ലാർജ് ആണെങ്കിൽ സാമ്പിൾ സൈസ് എപ്പോഴാണ് ലാർജ് ആവുക? സാമ്പിളിന്റെ സൈസ് 30 കൂടിയാൽ, സാമ്പിൾ സൈസ് 30 കൂടിയാലാണ് ലാർജ് ആവുക. 30 താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ലാർജ് ആണ്, 30 കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ റൂട്ട് ഓഫ് s1² ഡിവൈഡ് ബൈ n1 പ്ലസ് s2² ഡിവൈഡ് ബൈ n2. s1² എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, s2² എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, n1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാമ്പിൾ സൈസ്, n2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാമ്പിൾ സൈസ്. ഇനി സ്മോൾ ആണ് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഒരു വലിയ ഇക്വേഷൻ ആണ്. n1 ഇൻറ്റു s1² പ്ലസ് n2 ഇൻറ്റു s2² ഡിവൈഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2. then into 1/n1 plus 1/n2. ഇതാണ് ഇക്വേഷൻ. ഒരു വലിയ ഇക്വേഷൻ ആണ്.
സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ ചെയ്യേണ്ടതാണ് n1 ഇൻറ്റു s1 സ്ക്വയർ പ്ലസ് n2 ഇൻറ്റു s2 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1 ബൈ n1 പ്ലസ് 1 ബൈ n2. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഒന്നാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. S2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സാമ്പിൾ സൈസ്, n2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാമ്പിൾ സൈസ്. ഇതാണ് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാത്ത കേസിലുള്ള സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ x⁻1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാമ്പിളിൻ്റെ മീന്, x⁻2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാമ്പിളിൻ്റെ മീന്. സ്റ്റാൻഡേർഡ് എറർ ചെയ്യാനുള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടുത്ത സ്റ്റെപ്പ് Ztesറ്റും Ttesറ്റും ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം Ttest ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് Ttest ആണ് എന്നുണ്ടെങ്കിൽ n1 പ്ലസ് n2 മൈനസ് 2 എന്നാണ്. ഇനി അത് Ztest ആണെങ്കിൽ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അടുത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1% എന്ന് പറഞ്ഞിട്ട് 1% എടുക്കുക, 5% പറഞ്ഞിട്ട് 5% എടുക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? 5% ആണ്. അത് കഴിഞ്ഞാൽ ടാബിൾ വാല്യൂ കണക്ട് ചെയ്യാം. ടാബിൾ വാല്യൂ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡിസിഷൻ പറയാം. ഇത്രയും സ്റ്റെപ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു Ttesറ്റും Ztesറ്റും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് അതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാം, എന്താണ് വൺ ടൈൽ ടെസ്റ്റ്, എങ്ങനെയാണ് ടു ടൈൽഡ് മനസ്സിലാക്കുക, അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് അതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ആദ്യം. For a sample of 100 laborers from Kerala, the average daily wage is rupees 10.5 with standard deviation rupees 1.5. For another sample of 150 laborers from Tamil Nadu, the corresponding figures are rupees 8, rupees 1 respectively. Can you conclude that the average wage of the workers in Kerala more than that of Tamil Nadu? എന്നാണ് ചോദ്യം. ഓക്കെ, അഥവാ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇത്തരം ക്വസ്റ്റ്യനിൽ 2 സാമ്പിൾ തന്നിട്ടുണ്ടാവും. ആ 2 സാമ്പിൾ എന്തായിരിക്കും? വ്യത്യസ്ത സാമ്പിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ 2 സാമ്പിൾ ഉണ്ട്. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഇതാ, കേരളയിൽ നിന്നുള്ള ഒരു സാമ്പിൾ ഉണ്ട്, തമിഴ്നാടിൽ നിന്നുള്ള ഒരു സാമ്പിൾ ഉണ്ട്. അപ്പൊ 2 സാമ്പിളുകളായി. ഈ 2 സാമ്പിളുകളും വ്യത്യസ്തമാണ്. അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സിറ്റുവേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഇത് വൺ ടൈൽഡ് ടെസ്റ്റ് ആണോ ടു ടൈൽഡ് ടെസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. ഇത് വൺ ടൈൽഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു കുറുക്ക് വഴി പറഞ്ഞിരുന്നു. വൺ ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ മോർ ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, സുപ്പീരിയർ, ഇൻഫീരിയർ എന്ന എവിടെയെങ്കിലും ഒരു പദം വന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ അത്തരം ഒരു പദം ഇവിടെ കിടക്കുന്നുണ്ട്. മോർ ദാൻ എന്നൊരു പദം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് മോർ ദാൻ ആയതുകൊണ്ട് ഇത് എന്ത് ടെസ്റ്റ് ആണ്? വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം, ഇത് എന്ത് ടെസ്റ്റ് ആണ്? വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. വൺ ടൈൽഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 സ്ഥലങ്ങളിൽ നമ്മൾ നിർബന്ധപൂർവം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നൾ ഹൈപ്പോസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുമ്പോഴും മറ്റൊന്ന് ടാബിൾ വാല്യൂ എടുക്കുന്ന സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വൺ ടൈൽഡ് ടെസ്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇതൊരു വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. പിന്നെ നമുക്കറിയാം 2 ഡിഫറെന്റ് സാമ്പിളുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 ഡിഫറെന്റ് സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഉപയോഗിക്കേണ്ടത് Ttest ആണോ Ztest ആണോ? 2 Ttest ആണെങ്കിൽ Ztest ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? x⁻1 മൈനസ് x⁻2 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. അത് Ttest ആയാലും Ztest ആയാലും. പക്ഷെ Ttest ആണെങ്കിലും Ztest ആണെങ്കിലും ചെയ്യുമ്പോൾ ടാബിൾ വാല്യൂ എടുക്കുന്നത് തെറ്റും. അതുകൊണ്ട് Ttest ആണോ Ztest ആണോ എടുക്കേണ്ടത് എന്ന് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം നിർണ്ണയിക്കേണ്ടതുണ്ട്. ഓക്കെ, Ttestോ Ztesറ്റും ചെയ്യേണ്ട സിറ്റുവേഷൻ നമുക്കറിയാവുന്നതാണ്. Ztest ഉപയോഗിക്കുക 2 സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ Ztest ഉപയോഗിക്കാം. ഒന്ന്,
പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിഞ്ഞാൽ ഈസ് നോൺ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും Ztest ആണ്. അല്ലെങ്കിൽ രണ്ടാമതൊരു സിറ്റുവേഷൻ പറയുന്നുണ്ട്, സാമ്പിളിന്റെ സൈസ് ലാർജ് ആവണം. എപ്പോഴാണ് സാമ്പിളിന്റെ സൈസ് ലാർജ് ആവുക? 30 അതിൽ കൂടുതലോ ആയാൽ സാമ്പിൾ സൈസ് ലാർജ് ആണ് എന്ന് പറയാം. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഏത് ടെസ്റ്റ് ആണ്? Ztest ആണ്. ഇനി എപ്പോഴാണ് TTest ഉപയോഗിക്കാം? TTest ഉപയോഗിക്കുക ഒറ്റ സന്ദർഭമേ ഉള്ളൂ. ഒന്ന് എന്തായിരിക്കും? ഇതിന് നേരെ വിപരീതമാവണം. ഒന്ന് പോപ്പുലേഷന്റെ SD അഥവാ മ്യൂ എന്ന് പറയുന്ന സാധനം, സിഗ്മ എന്ന് പറയുന്ന സാധനം ഈസ് അൺനോൺ, അത് അറിയാൻ പാടില്ല. അതൊന്നാമത്തെ കേസ്. അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ആൻഡ് എന്തും കൂടി സംഭവിക്കണം, സാമ്പിളിന്റെ സൈസ് സ്മോൾ ആവണം. എന്താവണം? സാമ്പിൾ സൈസ് സ്മോൾ ആവണം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ TTest ആണോ Ztest ആണോ ഉപയോഗിക്കേണ്ടത്? തീർച്ചയായിട്ടും Ztest ആണ്. കാരണം ഇതിൽ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിന്റെ എവിടെയും പറയുന്നില്ല. പക്ഷെ സാമ്പിളിന്റെ സൈസ് ലാർജ് ആണ്. എങ്ങനെ സാമ്പിളിന്റെ സൈസ് ലാർജ് ആണെന്ന് മനസ്സിലായത്? കേരളയിൽ നിന്നും ലാബേഴ്സിന് എടുത്തത് 100 ആണ്. തമിഴ്നാട്ടിൽ നിന്നും ലാബേഴ്സിന്റെ എണ്ണം എത്രയാണ്? 150 ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാൻ ഇവിടെ ഉപയോഗിക്കേണ്ട ഏത് ടെസ്റ്റ് ആണ്? Ztest ആണ്. അപ്പൊ Z ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെയാണ്? x⁻1 മൈനസ് x⁻2 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും എന്ത് ചെയ്യാം? എഴുതി വെക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി വെക്കാം. അപ്പൊ ആദ്യം നമുക്കിങ്ങനെ വായിച്ചു പോവാം. ഫോർ ദി സാമ്പിൾ ഓഫ് 100 ലാബേഴ്സ്. 100 ലാബേഴ്സ് ആണ് കേരളത്തിന് നമുക്ക് ആദ്യത്തെ സാമ്പിൾ സൈസ് ആയിട്ടും തമിഴ്നാടിന് നമുക്ക് രണ്ടാമത്തെ സാമ്പിൾ സൈസ് ആയിട്ട് എടുക്കാം. അപ്പൊ കേരളത്തിന്റെ സാമ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ അത് N1 ഈക്വൽ ടു 100 എന്ന് എഴുതാം. ആദ്യത്തെ സാമ്പിളിന്റെ സൈസ് 100. കേരളവുമായി ബന്ധപ്പെട്ടതൊക്കെ 1 ആയിട്ട് കണക്ക് കൂട്ടാം. ഇനി ആവറേജ് ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻1 ആണ്. ആവറേജ് ഡെയിലി വേജിന് നമുക്ക് എന്ത് ചെയ്യാം? x⁻1 എന്ന് എഴുതാം. എത്രയാണ്? 10.5. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ₹1.5 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ സാമ്പിളിൻ്റെതായതുകൊണ്ട് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ S1 എന്നാണ് അടയാളപ്പെടുത്താനുള്ളത്. പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ എന്ത് അടയാളപ്പെടുത്താനുള്ളത്? സിഗ്മ അടയാളപ്പെടുത്താനുള്ളത്. അപ്പൊ S1 ഈക്വൽ ടു എത്രയെന്ന് എഴുതിയിട്ടുണ്ട്? 1.5. ഇനി പറയുന്നു then another sample of 150 laborers from തമിഴ്നാടിനെ നമുക്ക് രണ്ടാമതായിട്ട് കണക്ക് കൂട്ടാം. അപ്പൊ നമുക്ക് തമിഴ്നാടിന്റെ സാമ്പിൾ സൈസിനെ N2 എന്ന് വിളിക്കാം. അത് 150 ആണ്. ദെൻ അതിൽ പിന്നെ പറയുന്നുണ്ട് അതിന്റെ കറസ്പോണ്ടിങ് മുകളിൽ പറഞ്ഞ ഇതിന്റെ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് ഒന്ന് ₹8 ഒന്ന് ₹1 ആണ്. ₹8 എന്ന് പറഞ്ഞാൽ ഏതാ? പോപ്പുലേഷന്റെ സാമ്പിളിന്റെ ആവറേജ് ആണ്. അതായത് x⁻2 എത്രയാണ്? ഇവിടെ പറയുന്നുണ്ട് 8 എന്നാണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 എത്രയായിട്ട് എഴുതാം? ഇതിൽ പറയുന്നുണ്ട് തമിഴ്നാടിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണ്. അപ്പോൾ N1 കിട്ടി, N2 കിട്ടി, x⁻1 കിട്ടി, x⁻2 കിട്ടി, S1 കിട്ടി, S2 കിട്ടി. ഓക്കെ, ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വേണം. Ztest ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം x⁻1 മൈനസ് x⁻2 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഓക്കെ, നമുക്കറിയാം സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷന് 2 സിറ്റുവേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഒന്ന് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ സിഗ്മ ക്വസ്റ്റ്യനിൽ ഇല്ല. സിഗ്മ എന്ന് പറയുന്ന സംഗതി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ സിറ്റുവേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സിറ്റുവേഷനിൽ പറയേണ്ടത് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആവുമ്പോൾ ഇവിടെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? അൺനോൺ ആണ്, സിഗ്മ ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പൊ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ 2 സിറ്റുവേഷൻ ഉണ്ട്. പോപ്പുലേഷന്റെ സൈസ് ലാർജ് ആവുമ്പോൾ ഒന്ന്, പോപ്പുലേഷന്റെ സൈസ് സ്മോൾ ആവുന്നത്. ഇവിടെ പോപ്പുലേഷന്റെ സൈസ് എത്രയാണ്? ലാർജ് ആണ്. 100 150 ആണ്. 30 കൂടിയാൽ 30 അതിൽ കൂടിയാൽ എന്താണ്? ലാർജ് ആണ്. അപ്പൊ എന്താണ് ചെയ്യണം? അപ്പൊ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. √S1 square divided by N1 plus S2 square divided by N2 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സ്റ്റാൻഡേർഡ് എററിന്റെ ഇക്വേഷനിലേക്ക് നമുക്ക് ഈ വാല്യൂസ് കൊടുക്കാം. S1 സ്ക്വയർ എത്രയാണ്? 1.5ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 100 പ്ലസ് 1ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 150. ഇത് ചെയ്ത് വരുമ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 0.1708 എന്ന് കിട്ടും. 1.1708 എന്ന് കിട്ടും. ഇനി അത് Ztest ചെയ്യാൻ നമുക്ക് അതിലേക്ക് പോവാം. Z ഈക്വൽ ടു x⁻1 എത്രയെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 10.5 ആണ്.
മൈനസ് എക്സ് ബാർ ടു എത്രയെന്ന് പറയുന്നുണ്ട് 8 എന്ന് പറയുന്നുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് എറർ 0.1708 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാണ് 14.64 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സെഡ് ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ എന്താണ്, ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, നൾ ഹൈപ്പോസ് ആണ്. നൾ ഹൈപ്പോസ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, μ1 = μ2 എന്നാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു μ1 = μ2 എന്നാണ്. അപ്പോൾ നമുക്ക് നൾ ഹൈപ്പോസ് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. H0 = μ1 = μ2. μ1 = μ2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, കേരളത്തിലെ ലാബേഴ്സിന്റെ വേജും തമിഴ്നാടിലെ ലാബേഴ്സിന്റെ വേജും ഈക്വൽ ആണ്. ആവറേജ് വേജ് കേരളത്തിൽ കിട്ടുന്ന ലാബേഴ്സിന് കിട്ടുന്ന ആവറേജ് വേജ് തന്നെയാണ് ആർക്കും കിട്ടുന്നത്, തമിഴ്നാടും കിട്ടുന്നത്. അത് നമ്മൾ H0 ആയിട്ട് നൾ ഹൈപ്പോസ് ആയിട്ട് എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോസ് നമുക്ക് സെറ്റ് ചെയ്യാം. H1 = μ1 > μ2 എന്ന് എഴുതണം. കാരണം എന്താ, μ1 ≠ μ2 എന്ന് എഴുതരുത്, μ1 > μ2 എന്ന് എഴുതണം. കാരണം ഇത് വൺ ടൈൽ ടെസ്റ്റ് ആണ്, മോർ ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് > μ2 എന്ന്. ഇതിനർത്ഥം എന്താ, കേരളത്തിലെ വർക്കേഴ്സിന് കിട്ടുന്ന ആവറേജ് ഡെയിലി വേജ് ആരെക്കാളും കൂടുതലുണ്ട്, തമിഴ്നാടിലെ ലേബേഴ്സിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്കിത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാം. അതിനാണ് ഹൈപ്പോസ് ഉപയോഗിക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, കേരളത്തിലെ വർക്കേഴ്സിന്റെ ആവറേജ് വേജ് തമിഴ്നാടിനേക്കാളും കൂടുതലുണ്ടോ എന്നാണ് ചോദ്യം. അത് നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സെഡ് ടെസ്റ്റ് കിട്ടി, സ്റ്റാൻഡേർഡ് എറർ കണ്ടു, സെഡ് ടെസ്റ്റ് കണ്ടു, നൾ ഹൈപ്പോസ് സെറ്റ് ചെയ്തു, ആൾട്ടർനേറ്റീവ് ഹൈപ്പോസ് സെറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ചെയ്യണം. ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ചെയ്യേണ്ടത്, ഡിഗ്രി ഓഫ് ഫ്രീഡം ടി ടെസ്റ്റ് ആണെങ്കിൽ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, സെഡ് ടെസ്റ്റ് ആണെങ്കിൽ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് സെഡ് ടെസ്റ്റ് ആണ്. സെഡ് ടെസ്റ്റിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ പഠിച്ചു ആൽഫയാണ്, ഇൻഫിനിറ്റി ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, നമ്മൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കണം. ചില ക്വസ്റ്റ്യനിൽ ഇവിടെ അവസാനം തന്നിട്ടുണ്ടാവും ആൽഫ = 1% എന്ന് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1% ഉപയോഗിക്കണം എന്നാണ്. ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയെന്ന് പറയുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണ് എന്ന് ഒരിക്കലും പറയുന്നില്ല. അപ്പൊ നമ്മൾ ഈ സന്ദർഭങ്ങളിൽ എപ്പോഴും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കേണ്ടത് എത്രയാണ്, 5% എന്നാണ്. 5% എന്ന് നമ്മൾ ടാബിളിൽ നോക്കിയാൽ കാണില്ല. ടാബിളിൽ കാണാ 0.05 എന്നായിരിക്കും കാണുണ്ടാവുക. 0.05 എന്നായിരിക്കും കാണുണ്ടാവുക, 5% എന്ന് കാണില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ടാബിളിൽ നോക്കുക. ടാബിൾ എടുത്തിട്ട് സെഡ് ടെസ്റ്റിന്റെയും ടി ടെസ്റ്റിന്റെയും ടാബിൾ വാല്യൂ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടാബിൾ ഉണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടാബിൾ എടുത്തിട്ട് അതിൽ സെഡിന്റെയും ടിന്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടാബിളിന്റെ പേജ് മറിച്ചിട്ട് അതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ കോളത്തിൽ ഇൻഫിനിറ്റിയിലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന്റെ കോളത്തിൽ 0.05 നോക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോൾഡ് ലെറ്ററിലും തന്നിട്ടുണ്ടാവും, പിന്നെ ബ്രാക്കറ്റിന്റെ ഉള്ളിലും തന്നിട്ടുണ്ടാവും. വൺ ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതാണ് എടുക്കേണ്ടത്. ടു ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ ബോൾഡ് ലെറ്റേഴ്സിലാണ് നോക്കേണ്ടത്. ഇവിടെ വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് നോക്കണം. അതിന്റെ നേരെയല്ല ടാബിൾ വാല്യൂ എടുത്ത് എഴുതാം. ഇവിടെ ടാബിൾ വാല്യൂ നമ്മൾ അതിൽ നോക്കുമ്പോൾ കാണുന്നത് 1.645 എന്നാണ്. അപ്പോൾ ടാബിൾ വാല്യൂ ആയി, സെഡ് ടെസ്റ്റ് ആയി, ഓക്കെ ആയി. ഇനി നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ പറയാം. എന്താണ് കൺക്ലൂഷൻ, എങ്ങനെയാണ് കാണുക? കൺക്ലൂഷൻ കാണാനുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൺക്ലൂഷൻ കാണാനുള്ള മാർഗം ഒന്ന്, സെഡ് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന സെഡ് ടെസ്റ്റ് ലെസ് ദാൻ ടാബിൾ വാല്യൂ ആണെങ്കിൽ നൾ ഹൈപ്പോസ് ആക്സെപ്റ്റ് ചെയ്യണം. എന്ത്, നമ്മൾ കണ്ടെത്തിയ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയ സെഡ് ടെസ്റ്റ് ആരെക്കാളും ലെസ് ദാൻ ആണെങ്കിൽ, ടാബിൾ വാല്യൂനേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ വി ആക്സെപ്റ്റ് നൾ ഹൈപ്പോസ്. നമ്മൾ തീർച്ചയായിട്ടും ആരെ ആക്സെപ്റ്റ് ചെയ്തോളണം, നൾ ഹൈപ്പോസിനെ. നൾ ഹൈപ്പോസ് എന്താണോ പറയുന്നത് അതായിരിക്കും അപ്പൊ ശരി. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ കണ്ടെത്തിയ വാല്യൂ അഥവാ സെഡ് ടെസ്റ്റ് വാല്യൂ അഥവാ സെഡ് ടെസ്റ്റ് വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയിട്ട് എത്രയാണ്, 14.64 ഈസ് ആരെക്കാളും കൂടുതലാണ് ടാബിൾ വാല്യൂ. ടാബിൾ വാല്യൂ എത്രയുള്ളൂ, 1.645 ഉള്ളൂ. ഈസ് ഗ്രേറ്റർ ദാൻ ടാബിൾ വാല്യൂ, ഈസ് ഗ്രേറ്റർ ദാൻ
അല്ലെങ്കിൽ മോർ ദാൻ ടേബിൾ വാല്യൂ. എത്രയാണ് ടേബിൾ വാല്യൂ ഉള്ളത്? ടേബിൾ വാല്യൂ 1.645. അപ്പൊ ടേബിൾ വാല്യൂ ചെറുതും പിന്നെ ടെസ്റ്റ് വാല്യൂ കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി റിജക്ട് നൾ ഹൈപ്പോസിസ്. ആരെ റിജക്ട് ചെയ്യണം? നൾ ഹൈപ്പോസിസിനെ റിജക്ട് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്ത Ztestന്റെ വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നൾ ഹൈപ്പോസിസ് എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ നൾ ഹൈപ്പോസിസ് എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. നൾ ഹൈപ്പോസിസ് നമ്മൾ റിജക്ട്. എന്താ നൾ ഹൈപ്പോസിസിൽ നമ്മൾ പറഞ്ഞിരുന്നത്? കേരളത്തിലെ വർക്കേഴ്സിന്റെ ആവറേജ് വേജും തമിഴ്നാട്ടിലെ വർക്കേഴ്സിന്റെ ആവറേജ് വേജും ഈക്വൽ ആണ്. അത് തെറ്റാണ് എന്ന് കണ്ടെത്തി നമ്മളെ ടെസ്റ്റ് അത് റിജക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മളോട് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? നൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് അക്സെപ്റ്റ് ചെയ്യും. എന്താ ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് പറയുന്നത്? μ1 അഥവാ കേരളത്തിലെ വർക്കേഴ്സിന്റെ ആവറേജ് വേജ് ആരെക്കാളും കൂടുതലാണ്? തമിഴ്നാട്ടിലെ വർക്കേഴ്സിനേക്കാളും കൂടുതലാണ്. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ എന്ത് കൊടുക്കാം? നമ്മോട് ചോദിച്ചത് എന്തായിരുന്നു? ക്യാൻ യു കൺക്ലൂഡ് ദാറ്റ് ദ ആവറേജ് വേജ് ഓഫ് വർക്കേഴ്സ് ഇൻ കേരള മോർ ദാൻ ദാറ്റ് ഓഫ് തമിഴ്നാട്? തമിഴ്നാടിനേക്കാളും കൂടുതലുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. നമുക്ക് എന്ത് ഉത്തരം കിട്ടി? തമിഴ്നാടിനേക്കാളും കൂടുതലുണ്ട്. കാരണം എന്താണ്? ആക്സെപ്റ്റ് ചെയ്തത് ആരെയാണ്? ആൾട്ടർനേറ്റീവ് ആണ്. ആൾട്ടർനേറ്റീവ് എന്താ പറയുന്നത്? കേരളം ആരെക്കാളും μ1 എന്ന് പറയുന്ന ആരെയാണ്? കേരള. μ2 എന്ന് പറയുന്ന ആരെയാണ്? TN. അതിനേക്കാളും കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം ഇവിടെ? ആവറേജ് വേജ് ഓഫ് കേരള ലാബേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ ആരെക്കാളും? തമിഴ്നാടും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ്സിന് നന്നായി ഒന്നും കൂടിയും റിവൈൻ ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. ടേബിൾ വാല്യൂ കാണുന്നതിന് വേണ്ടി നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം, നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം Ztest ആയതുകൊണ്ട് ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി ഇതാ ലാസ്റ്റ് കോളിൽ INF എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് 5% എടുക്കണമെന്ന് പറഞ്ഞു. 5% എന്ന് പറഞ്ഞാൽ 5% ഇവിടെ ഉണ്ടാവില്ല. 0.05 നോക്കണം. 0.05 നമ്മൾ ബ്രാക്കറ്റിനുള്ളിലാണ് നോക്കുന്നത്. കാരണം എന്താ? നമ്മുടെ ടെസ്റ്റ് 1 ടൈൽഡ് ടെസ്റ്റ് ആയതുകൊണ്ടാണ്. 1 ടൈൽ ടെസ്റ്റ് 2 ടൈൽഡ് ടെസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ബോൾഡ് ലെറ്റേഴ്സിലാണ് നോക്കുക. 1 ടൈൽഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് നോക്കുന്നു. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 0.05 നേരെ താഴേക്ക് നോക്കുക. ഇവിടെ നിങ്ങൾ ടേബിൾ വാല്യൂ കാണാം 1.645. ഇതാണ് നമ്മുടെ ടേബിൾ വാല്യൂ. ഓക്കെ, 2 ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ ഈ ബോൾഡ് ലെറ്റേഴ്സിനാണ് നോക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ 1 ടൈൽഡ് ആയതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ളത് നോക്കും. 1% ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് 0.01 ഓക്കെ, 0.01 ഇവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ 5% ആയതുകൊണ്ട് 0.05. ഇങ്ങനെയാണ് ടേബിൾ വാല്യൂ കാണാം. ക്വസ്റ്റ്യൻ്റെ ടേബിൾ വാല്യൂ 1.645 ആണ്.